വിർജിൻ ഗാലക്റ്റിക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ഇവൻ്റ് നടന്നത് മൊഹാവി മരുഭൂമി വെച്ചാണ്. കാലിഫോർണിയ, അരിസോണ, നെവാദ സ്റ്റേറ്റുകളിൽ ആയി പരന്നു കിടക്കുന്ന വലിയൊരു മരുഭൂമിയാണ് മൊഹാവി. ഈ മൊഹാവി മരുഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ മൊഹാവി മരുഭൂമിയിലാണ് അമേരിക്കയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട നിരവധിയായ പരീക്ഷണങ്ങൾ നടക്കുന്നത്. ആകാശവാഹനങ്ങളുടെ, വിമാനങ്ങളുടെ, ഹെലികോപ്റ്ററുകളുടെ, യുദ്ധവിമാനങ്ങളുടെ, ഫൈറ്റർ ജെറ്റുകളുടെ ഒക്കെ പരീക്ഷണ പറക്കലുകളും നിർമ്മാണവും ഒക്കെ നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ ഈ മൊഹാവി ഡെസേർട്ടിൻ്റെ പല ഭാഗത്തുമുണ്ട്. വളരെ താഴ്ന്ന ജനവാസം, കൂടാതെ അതിവിസ്തൃതമായ പരന്ന മരുഭൂമി, അവിടുത്തെ വിജനത, കൂടാതെ പരീക്ഷണ പറക്കലുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ, ലോസ് ആഞ്ചലസ് എന്ന നഗരവുമായ ഉള്ള അടുപ്പം, പിന്നെ ഉല്ലാസ നഗരങ്ങളായ ലാസ് വേഗാസൊക്കെ പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള സാമീപ്യം, ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങളാണ് ഈ മൊഹാവി മരുഭൂമിയെ ഇത്തരത്തിലുള്ള ഗവേഷണ പരീക്ഷണങ്ങളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിയത്. നിരവധിയായ ശാസ്ത്രകാരന്മാർ, ടെക്നീഷ്യന്മാർ, ടെക്നോക്രാറ്റുകൾ, വ്യവസായ സംരംഭകർ ഒക്കെ അവിടെ സെറ്റിൽ ചെയ്തിട്ടുമുണ്ട്. ലോസ് ആഞ്ചലസിൽ നിന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര കൊണ്ട് ഈ മൊഹാവി ഡെസേർട്ടിലേക്ക് എത്താം. ലോസ് ആഞ്ചലസിൽ നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്താലാണ് മൊഹാവിയിലേക്ക് എത്തുക. അപ്പോൾ മൊഹാവി മരുഭൂമിയിലെ സ്പേസ് പോർട്ടിൽ വെച്ചാണ് വിർജിൻ ഗാലക്റ്റിക്കിൻ്റെ അടുത്ത ഇവൻ്റ് എന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയിപ്പ് വന്നു. തീർച്ചയായും പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശം വന്നു. ഞാൻ പങ്കെടുക്കുമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ ലോസ് ആഞ്ചലസിലേക്ക് ദീർഘമായൊരു യാത്ര. ലോസ് ആഞ്ചലസ് കാലിഫോർണിയ സ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ്. ലോസ് ആഞ്ചലസും സാൻ ഫ്രാൻസിസ്കോയുമാണ് 2 പ്രധാന നഗരങ്ങൾ, ഏറ്റവും വലിയ 2 നഗരങ്ങൾ. എന്നാൽ ഈ കാലിഫോർണിയ സ്റ്റേറ്റ് തന്നെ സ്വതന്ത്രമായി ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ ആവശ്യമായ വിഭവവും സമ്പത്തുള്ളൊരു സ്റ്റേറ്റാണ്. അതായത് ഇന്ന് ലോകത്തെ നയിക്കുന്ന സുപ്രധാനമായ പല വ്യവസായങ്ങളുടെയും കേന്ദ്രം ഈ കാലിഫോർണിയ സ്റ്റേറ്റാണ്. ഗൂഗിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ് തുടങ്ങി ലോകത്തെ ഏറ്റവും വലിയ IT ഭീമന്മാരെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഈ കാലിഫോർണിയ സ്റ്റേറ്റിലാണ്. കൂടാതെ ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വ്യവസായത്തിൻ്റെ കേന്ദ്രം കാലിഫോർണിയയാണ്. ഹോളിവുഡ് കാലിഫോർണിയയിലാണ്. അതുപോലെ തന്നെ സംഗീത വ്യവസായം, ഒരു കാലത്ത് ബാൻഡുകൾ, മൈക്കിൾ ജാക്സൺ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ ഒക്കെ കേന്ദ്രീകരിച്ചിരുന്നത്, ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ മുഴുവൻ താമസിക്കുന്നത് ഈ കാലിഫോർണിയയിലാണ്. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസും ഹോളിവുഡും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ്. അവിടുത്തെ ബവേർലി ഹിൽസ് എന്ന പ്രദേശമാണ് ലോകത്തെ ഏറ്റവും അധികം കോടീശ്വരന്മാർ, സെലിബ്രിറ്റികൾ താമസിക്കുന്ന പ്രദേശം. ഞാൻ പലതവണ ഈ കാലിഫോർണിയയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. സത്യത്തിൽ പ്രകൃതി മനോഹരമായൊരു സ്ഥലമല്ല കാലിഫോർണിയ. വരണ്ട ഭൂമിയാണ്. ഏതാണ്ട് ഒരു അർദ്ധ മരുഭൂമി പോലത്തെ പ്രദേശമാണ്. ഇത്തവണ ഞാൻ എത്തിയിരിക്കുന്നത് വിർജിൻ ഗാലക്റ്റിക്കിൻ്റെ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. മൊഹാവി ഡെസേർട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എയർപോർട്ടിന് സമീപം ലോസ് ആഞ്ചലസ്, LAX എന്നാണ് ലോസ് ആഞ്ചലസ് എയർപോർട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. LAX ലോസ് ആഞ്ചലസ് എയർപോർട്ടിൻ്റെ നോട് ചേർന്ന് തന്നെയുള്ള, വേണമെങ്കിൽ നടന്ന് എയർപോർട്ടിലേക്ക് പോകാവുന്നത്ര സമീപത്ത് ഉള്ള ഒരു ഹോട്ടൽ, റാഡിസൺ LAX എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് തന്നെ. നല്ലൊരു ഹോട്ടലാണ്. ഞാൻ പലതവണ അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. ആ ഹോട്ടലിൽ നിന്ന് ഈവൻറ്റിൻ്റെ അന്ന് രാവിലെ തന്നെ ഉണർന്നു. രാവിലെ 10 മണിയോടുകൂടി ലോസ് ആഞ്ചലസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ, ടോം ബ്രാഡ്ലി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗമായ അതിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള ഫ്ലൈറ്റ് പാത്ത് മ്യൂസിയത്തിൽ എത്തണമെന്നാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. ഫ്ലൈറ്റ് പാത്ത് മ്യൂസിയം വിമാനങ്ങളുടെ ഉത്ഭവവും വളർച്ചയും വികാസവും ഒക്കെ പ്രതിപാദിക്കുന്ന, അവതരിപ്പിക്കുന്ന ഒരു ബൃഹത്തായ മ്യൂസിയമാണ്. അത് ലോസ് ആഞ്ചലസ് എയർപോർട്ടിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ നമ്മൾ വിമാനത്തിലേക്ക് കയറാൻ ചെല്ലുന്ന ടെർമിനലിൻ്റെ സമീപത്തല്ല, മറ്റൊരു ഭാഗത്താണ്. എന്നാൽ റൺവേയോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു മ്യൂസിയമാണിത്. അപ്പോൾ അവിടെയാണ് എത്തേണ്ടത്. അപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ ലോബിയിൽ തന്നെ ചെന്ന് പറഞ്ഞ് ഒരു ടാക്സി വിളിപ്പിച്ചു. ടാക്സിക്കാരൻ വന്നു. ഒരു ചൈനീസ് വംശജനാണ് ടാക്സി ഡ്രൈവർ. അദ്ദേഹത്തോട് ഫ്ലൈറ്റ് പാത്ത് മ്യൂസിയം ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയിട്ടില്ല ഇതുവരെ. അന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചല്ല യാത്ര ചെയ്യുന്നത്. പകരം ഈ ടാക്സിയിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനുണ്ട്. അതിൽ പോകേണ്ട സ്ഥലം സെലക്ട് ചെയ്യാം. GPS സംവിധാനങ്ങളാണത്. അതിൽ നോക്കി അദ്ദേഹം എന്നെ ഫ്ലൈറ്റ് പാത്ത് മ്യൂസിയത്തിൻ്റെ മുന്നിൽ കൊണ്ട് ഇറക്കി വിട്ടു. ഫ്ലൈറ്റ് പാത്ത് മ്യൂസിയത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ സുരക്ഷാ പരിശോധനകളുണ്ട്. ഒരു വിമാനത്താവളത്തിനുള്ളിലേക്ക് കടക്കുന്നത് പോലെയാണ്. സെക്യൂരിറ്റി ചെക്ക്, മറ്റ് ID കാർഡ് പരിശോധന ഒക്കെയുണ്ട്. ഈ പരിശോധന കഴിഞ്ഞ് കയറി ചെല്ലുന്നത് വലിയൊരു ഹാളിലേക്കാണ്.
ആ ഹാളിൽ തന്നെ വെർജിൻ ഗാലക്റ്റിക്കിൻ്റെ ഫ്യൂച്ചർ ആസ്ട്രോണറ്റ്സിനെയും വൈറ്റ് നൈറ്റ് 2 എന്ന മദർഷിപ്പിൻ്റെ പുറത്തിറക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നവരെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വലിയൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് സമീപം ഇപ്പം വെർജിൻ ഗാലക്റ്റിക്കിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, നേതൃനിരയിലുള്ളവരുണ്ട്, നിരവധിയായ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പതിവ് പോലെ മാധ്യമപ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ ലഘുഭക്ഷണം വെച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്കെടുത്ത് കഴിക്കാം. അല്പസമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മുൻ ഇവൻറ്റുകളിൽ പരിചയപ്പെട്ട ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തി. നമ്മുടെ ഡേവിഡ് സ്പിയർ അവിടെയുമുണ്ട്. ഡേവിഡ് സ്പിയർ ചില്ലറക്കാരനല്ല, അദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കയറിയിട്ടുള്ള ഒരാളാണ്. ബലൂണിൽ, ഹോട്ട് എയർ ബലൂണിൽ ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് പറന്ന് കടന്ന മനുഷ്യനാണ്. ഉത്തരധ്രുവത്തിലേക്ക് പര്യവേഷണങ്ങൾ നടത്തിയിട്ടുള്ളയാളാണ്. അപ്പോൾ വലിയ സാഹസികനാണ്. നമ്മളാണ് അതിലെ ചെറിയ പരൽമീൻ, ബാക്കിയെല്ലാം തിമിംഗലങ്ങളാണ് അവിടെ. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ചേർന്ന് ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ആളുകളുണ്ട് അവിടെ. ജപ്പാനിൽ നിന്ന് വന്ന ഒരു വൃദ്ധയുണ്ട്, ഒരു കൊച്ചു മനുഷ്യ സ്ത്രീ. അവർ വലിയ കോടീശ്വരയാണ്. അവരുടെ സ്വപ്നം മരണത്തിന് മുൻപ് ബഹിരാകാശത്തുനിന്ന് പോയി വരണമെന്നതാണ്. അവരെയും പരിചയപ്പെട്ടു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന സമ്പന്നരായവരും പര്യവേക്ഷകരായവരും ചരിത്രകാരന്മാരും ശാസ്ത്രകാരന്മാരും വ്യവസായികളും ഒക്കെയായ നിരവധി പ്രതിഭകൾ, അവരെയൊക്കെ അടുത്ത് പരിചയപ്പെടുന്ന സമയമാണ്. ഗെറ്റ് ടുഗദറിൻ്റെ ഒരു സമയമാണ്. ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരം പലരെയും പരിചയപ്പെട്ടു, ആശയവിനിമയങ്ങൾ നടത്തി. എന്നെക്കുറിച്ച് പലരും ചോദിച്ചറിഞ്ഞു, എൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചറിഞ്ഞു. കേരളമെന്ന് കേട്ടിട്ടുള്ള അപൂർവം ആളുകളുണ്ട്, ചിലർ കേരളത്തിൽ വന്നിട്ടുണ്ടാവാം. പക്ഷേ എൻ്റെ നാടിനെക്കുറിച്ച്, എൻ്റെ ഗ്രാമത്തെക്കുറിച്ച്, അത്ര ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന ആരും ആ കൂടെയില്ല. വളരെ ആഹ്ലാദം തോന്നിയ നിമിഷങ്ങളാണ്. അങ്ങനെ ഇരിക്കെ അനൗൺസ്മെൻറ്റ് വന്നു, നമുക്കിനി പുറത്തേക്ക് കടക്കാം. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇതിൻ്റെ ഈ ഫ്ലൈറ്റ് പാത്ത് മ്യൂസിയത്തിൻ്റെ ഈ ഹാളിൻ്റെ മറ്റൊരു ഭാഗത്തെ വാതിൽ തുറന്നാൽ നമ്മളെത്തുന്നത് ഒരു വലിയ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ കാറുകളും മറ്റു വാഹനങ്ങളൊന്നുമല്ല, വിമാനങ്ങളാണ് അവിടെ. റൺവേയോട് ചേർന്ന് കിടക്കുന്നൊരു ഭാഗമാണ്. അപ്പോഴതാ റൺവേയിൽ നിന്ന് വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഒരു വിമാനം, ഒരു വമ്പൻ വിമാനം ഞങ്ങളുടെ നേരെ ഈ ഫ്ലൈറ്റ് പാത്ത് മ്യൂസിയത്തിന് നേരെ വരുന്നു. ഞങ്ങൾക്ക് മൊഹാവി ഡെസേർട്ടിലേക്ക് പോകാനുള്ള വിമാനമാണത്. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ തേടി ഈ ഫ്ലൈറ്റ് പാത്ത് മ്യൂസിയത്തിൻ്റെ മുറ്റത്തേക്ക് വരികയാണ് ഈ വിമാനം. ഈ ഫ്ലൈറ്റ് പാത്ത് മ്യൂസിയത്തിൻ്റെ വാതിലിൽ നിന്ന് വിമാനത്തിൻ്റെ ഗോവണിയുടെ ചുവട് വരെ ഒരു ചുവന്ന പരവതാനി വിരിച്ചിട്ടു. വന്നിരുന്ന അതിഥികളും മാധ്യമപ്രവർത്തകരും ഫ്യൂച്ചർ ആസ്ട്രോണറ്റ്സായ ഞങ്ങളും വെർജിൻ്റെയും സ്കെയിൽഡ് കോമ്പോസിറ്റ്സിൻ്റെയും ഒക്കെ പ്രതിനിധികളും എല്ലാം ചേർന്ന സംഘം ഈ വിമാനത്തിലേക്ക് നടന്നു. ആ വിമാനത്തിലാണ് ഇനി ഞങ്ങൾ മൊഹാവി മരുഭൂമിയിലേക്ക് പോകുന്നത്, സ്പേസ് പോർട്ടിലേക്ക് പോകുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്തു. ആകാശത്തുകൂടെ, ലോസ് ആഞ്ചലസിൻ്റെ ആകാശത്തുകൂടി ഒന്ന് വട്ടം കറങ്ങി. പിന്നെ അല്പദൂരം കടലിന് മുകളിലൂടെ പറന്ന് യു ടേൺ എടുത്ത് കിഴക്കോട്ടുള്ള യാത്ര ആരംഭിച്ചു. ജാലകത്തിലൂടെ താഴേക്ക് നോക്കുമ്പോൾ ലോസ് ആഞ്ചലസ് നഗരം പിന്നിലായി പോകുന്നത് കാണാം. പിന്നീട് ലോസ് ആഞ്ചലസിൻ്റെ കിഴക്കൻ അതിർത്തി ആയി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മലനിരകൾ കാണാം. ആ മലനിരകളുടെ ഓരങ്ങളിൽ 100 കണക്കിന് വിൻഡ് മില്ലുകൾ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം. ചെറിയ ചുരംപാതകളിലൂടെ 8ഉം 10ഉം 16ഉം 20ഉം വരികളായി വാഹനങ്ങൾ ഒഴുകുന്ന പാതകൾ കാണാം. നിരവധിയായ വ്യവസായശാലകൾ കാണാം. പിന്നെ മരുഭൂമിയുടെ അനന്തമായ പരപ്പ് കാണാം. ഒടുവിൽ 3/4 മണിക്കൂറോളം പറന്ന് വിമാനം ലാൻഡ് ചെയ്യാനുള്ള അറിയിപ്പെത്തി. മൊഹാവി മരുഭൂമിയിലെ സ്പേസ് പോർട്ടിൻ്റെ റൺവേയിലേക്ക് ഇറങ്ങുകയാണ്. വിമാനം താഴ്ന്നു പറക്കുമ്പോൾ മരുഭൂമിയുടെ പല ഭാഗങ്ങളിലായി ചെതറിക്കിടക്കുന്ന നിരവധി വിമാനങ്ങളാണ് കാഴ്ചയിലെത്തുന്നത്. വിമാനങ്ങളുടെ ഒരു ശവപ്പറമ്പാണത്. എത്രയെത്രയോ വിമാനങ്ങളാണ് പൊളിച്ചു കളഞ്ഞത്, നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ളത്. പറക്കൽ, ഒരായുഷ്കാലത്തെ പറക്കൽ മുഴുവൻ അവസാനിപ്പിച്ച് വിശ്രമജീവിതം നയിക്കുന്നത്, പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്, പരീക്ഷണ പറക്കലിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടത്, അങ്ങനെ നിരവധി ഇനം വിമാനങ്ങൾ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത തരം വിമാനങ്ങൾ. അവയെല്ലാം ചിലത് ഉപേക്ഷിക്കപ്പെട്ട മട്ടിൽ, ചിലത് ഇനിയും പറക്കാൻ ആയുസ് ബാക്കിയുണ്ട് എന്ന മട്ടിൽ ഒക്കെ ഈ മരുഭൂമിയുടെ പല ഭാഗങ്ങളിലായി ചതറിക്കിടക്കുന്നത് കാണാം. പലയിടത്തും നിരവധിയായ ഗവേഷണ കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ, ബഹിരാകാശ ഗവേഷണത്തിനുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങൾ,
ഹൈപ്പർ ലൂപ്പ് പോലെ ഭാവിയിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങളുടെ പരീക്ഷണ ഓട്ടങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങൾ, ഇതെല്ലാം കാലിഫോർണിയയുടെ കിഴക്കൻ അതിർത്തിയിലുള്ള ഈ മൊഹാവി ഡെസേർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലായുണ്ട്. അങ്ങനെ വളരെ അത്ഭുതകരമായൊരു ഭൂഭാഗത്തേക്കാണ് നമ്മൾ ചെന്നിറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ വിമാനത്തിൽ നിന്നിറങ്ങി നേരെ ചെന്ന് കയറിയത് തന്നെ വെർജിൻ്റെ വലിയൊരു ഹാങ്ങറിലേക്കാണ്. അതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ വൈറ്റ് നൈറ്റ് 2 എന്ന മദർഷിപ്പ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വൈറ്റ് നൈറ്റ് എന്ന ഒരു വലിയ മദർഷിപ്പിൻ്റെ ചിറകിൽ തൂങ്ങിയാണ് സ്പേസ് ഷിപ്പ് എന്ന ബഹിരാകാശ യാത്രികരെ ഉൾക്കൊള്ളുന്ന വാഹനം പറന്നുയരുന്നത്. എന്നാൽ അന്തരീക്ഷത്തിൻ്റെ മുകളിൽ വെച്ച് മദർഷിപ്പിൽ നിന്ന് വേർപെടുന്ന സ്പേസ് ഷിപ്പ് അതിൻ്റെ റോക്കറ്റ് കത്തിച്ച് ബഹിരാകാശത്തേക്ക് പോകും. ബഹിരാകാശത്തെ കറക്കത്തിന് ശേഷം മടങ്ങി സാധാരണ ഒരു വിമാനം എന്നതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് കടന്ന് വിമാനം ഒരു റൺവേയിൽ ലാൻഡ് ചെയ്യുന്നത് പോലെ സ്പേസ് പോർട്ടിൽ ലാൻഡ് ചെയ്യും. ഇതാണ് അതിൻ്റെ ടെക്നോളജി. അപ്പോൾ ഇതിനു വേണ്ട മദർഷിപ്പും സ്പേസ് ഷിപ്പും ചേർന്ന ഒരു മാതൃകയായിരുന്നു കഴിഞ്ഞ മൈൽ സ്റ്റോൺ ഇവൻറ്റിൽ ന്യൂയോർക്കിൽ വെച്ച് പ്രകാശനം ചെയ്തതെങ്കിൽ ഇന്ന് അതിൻ്റെ മദർഷിപ്പിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു. മദർഷിപ്പിനെ പുറത്തിറക്കുന്ന ചടങ്ങാണ്. എന്നാൽ സ്പേസ് ഷിപ്പിൻ്റെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ ചടങ്ങിലും നമ്മളെ ക്ഷണിച്ച് വരുത്തി അതിൽ പങ്കാളികളാക്കും. ഇത്തരത്തിലുള്ള നിരവധിയായ ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കും. വെർജിൻ്റെ പ്രവർത്തനം എന്താണ്, വെർജിൻ ഗാലക്റ്റിക്കിൻ്റെ പ്രവർത്തനം എന്താണ്, സ്കെയിൽഡ് കോമ്പോസിറ്റ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ബഹിരാകാശ പര്യവേഷണ ഗവേഷണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ നമുക്ക് പരിചയപ്പെടാനുള്ള അവസരമാണ് ഈ ലഭിക്കുന്നത്. ഇതിലൂടെ എത്രയോ ആളുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, എന്തെല്ലാം സംരംഭങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, എന്തെല്ലാം ചിട്ടകളും രീതികളും രീതിശാസ്ത്രങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ വിദ്യാഭ്യാസം. നമ്മളുടെ ജീവിതത്തിന് അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ട വിദ്യാഭ്യാസം ഇതൊക്കെ തന്നെയാണ്. എത്ര കോടി മുടക്കിയാലാണ് ഈ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുക? ഇതിൽ തീർച്ചയായും എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അനുഭവങ്ങളാണ് ഈ ഓരോ യാത്രകളും തന്നത്. വലിയൊരു ഹാങ്ങറിനകത്തേക്കാണ് ഞങ്ങളെല്ലാവരും കൂടെ കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ ഹാങ്ങറിനുള്ളിലേക്ക് നടക്കുമ്പോൾ എൻ്റെ പ്രതീക്ഷ ഈ ഹാങ്ങറിനുള്ളിൽ മദർഷിപ്പ് കാത്തു കിടക്കുകയാണ് എന്നാണ്. ഈ ഹാങ്ങറിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിവിശാലമായ ഒരു ഓഡിറ്റോറിയം പോലെയാണ് കിടക്കുന്നത്. കുറേയേറെ കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു. മദർഷിപ്പിനെ കാണാനില്ല, ബഹിരാകാശ വാഹനങ്ങളെ ഒന്നും കാണാനില്ല. ഞങ്ങൾക്ക് ആകെ നിരാശയായി. ഓരോരുത്തർക്കുള്ള ഇരിപ്പിടങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഇരുന്നു. ചെറിയ സ്നാക്സ് ലഘുഭക്ഷണമൊക്കെ വശങ്ങളിൽ വെച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പോയി എടുത്ത് കഴിക്കാം, എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പരിപാടികൾ ആരംഭിക്കുകയായി. മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് റിച്ചാർഡ് ബ്രാൻസനെയും ബെർട്രൂത്തിനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ഇവരെല്ലാം പ്രസംഗിച്ചു. വൈറ്റ് നൈറ്റിനെ പുറത്തിറക്കുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. ഞങ്ങൾ വിചാരിച്ചു ഇനി ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങളങ്ങനെ അടുത്ത ചടങ്ങ് എന്ത് എന്ന ആകാംക്ഷയോടെ സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ പിന്നിലെ ആ ബാക്ക്ഡ്രോപ്പ് ചെയ്ത അടുത്ത നിമിഷം വലിയൊരു ശബ്ദത്തോടെ നിലംപതിക്കുന്നു. അതായത് ഇപ്പോൾ സ്റ്റേജിൻ്റെ പിന്നിലൊന്നുമില്ല. അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ആ സ്റ്റേജിൻ്റെ പിന്നിൽ അനന്തമായ മരുഭൂമിയാണ് കാണുന്നത്. ആ മരുഭൂമിയിലേക്ക് ഒരു റൺവേ വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. അവിടെ അതാ ചിറക് വിരിച്ച് നിൽക്കുന്ന മദർഷിപ്പിൻ്റെ കാഴ്ച, വൈറ്റ് നൈറ്റ്. ആവേശകരമായൊരു കാഴ്ച. എല്ലാവരും ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എണീറ്റു. റിച്ചാർഡ് ബ്രാൻസൺ മുന്നേ ഓടി, പിന്നാലെ ഞങ്ങളൊക്കെ ഓടി. എല്ലാവർക്കും മദർഷിപ്പിൻ്റെ തൊട്ടടുത്തെത്തണം, ചിറകുകളിൽ തൊടണം, അതിന് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കണം. റിച്ചാർഡ് ബ്രാൻസൺ ഇതിനുള്ളിലേക്ക് കയറി അതിൻ്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് തലയിട്ട് ഞങ്ങളെയൊക്കെ വിഷ് ചെയ്തു. ബെർട്രൂത്തിനും മറ്റൊരു ജാലകത്തിങ്കൽ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളൊക്കെ ഈ മദർഷിപ്പിനെ വൈറ്റ് നൈറ്റ് 2 എന്ന ഈ വാഹനത്തെ മതിയാവോളം കണ്ടു ചുറ്റും നടന്നു. കൂടെ നിന്ന് ഫോട്ടോകളെടുത്തു. ഞാനും നിരവധി ഫോട്ടോകളെടുത്തു. ആ ഹാങ്ങറിന് മുന്നിൽ, ആ മരുഭൂമിയിൽ, അത്ഭുതകരമായ പര്യവേഷണങ്ങളുടെ ആ മരുഭൂമിയിൽ മദർഷിപ്പ് ആകാശത്ത് നിന്ന് പറന്നിറങ്ങിയതുപോലെ കിടക്കുന്ന ആ ദൃശ്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ ചടങ്ങുകൾ, ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിമാനത്തിൽ തന്നെ, വെർജിൻ്റെ വിമാനത്തിൽ തന്നെ ലോസ് ആഞ്ചലസിലേക്ക് മടങ്ങി. ഏതാനും ദിവസം ലോസ് ആഞ്ചലസിലും പരിസര പ്രദേശങ്ങളിലും ഹോളിവുഡിലും ഒക്കെ സഞ്ചരിച്ച് സഞ്ചാരത്തിന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തി 8-10 എപ്പിസോഡുകൾക്കുള്ള ദൃശ്യങ്ങളുമായിട്ടാണ് ഞാൻ ആ യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. വെർജിൻ ഗാലക്റ്റിക്കിൻ്റെ 3ാമത്തെ മൈൽ സ്റ്റോൺ ഇവൻ്റ് ഒരു ഡിസംബർ മാസത്തിലായിരുന്നു. അമേരിക്കയിൽ ഡിസംബർ മാസം നമുക്കറിയാമല്ലോ, നല്ല തണുപ്പിൻ്റെ കാലമാണ്. പക്ഷേ ആ സമയത്താണ് സ്പേസ് ഷിപ്പിൻ്റെ റോൾ ഔട്ട്, അതായത് ബഹിരാകാശ വാഹനമായ സ്പേസ് ഷിപ്പും മദർഷിപ്പും ചേർന്ന ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കാൻ സജ്ജമായ ബഹിരാകാശ വാഹനത്തിൻ്റെ
പുറത്തിറക്കൽ ചടങ്ങ് വലിയ ആഘോഷമാണ്. നിർബന്ധമായും പങ്കെടുത്തിരിക്കണം. മാത്രമല്ല, ആ ചടങ്ങുകൾക്ക് ശേഷം എനിക്ക് ഫിലാഡൽഫിയയിലേക്ക് പോകേണ്ടതുണ്ട്. ഫിലാഡൽഫിയയിലെ നാസ്റ്റാർ, നാഷണൽ എയറോസ്പേസ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന സ്ഥലത്ത് വെച്ച് ജി ടോളറൻസിൻ്റെ പരിശീലനവുമുണ്ട് എനിക്ക്. അതിൻ്റെ പരീക്ഷണങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അതിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു യാത്രയായിരുന്നു അടുത്തത്. ഞാൻ ലോസ് ആഞ്ചലസിൽ പതിവ് പോലെ എത്തി. അവിടുത്തെ ബവേർലി ഹിൽസിലാണ് ഇത്തവണ ഞാൻ താമസം ഉറപ്പിച്ചത്. കാരണം ഈ ബവേർലി ഹിൽസിലെ 4 സീസൺസ് ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ അടുത്ത പുലർച്ചെ മൊഹാവി ഡെസേർട്ടിലെ സ്പേസ് പോർട്ടിലേക്ക് പുറപ്പെടുക. 1000 ആളുകളെ 20-25 ബസ്സുകളിൽ ഒരു മരുഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും അവിടെ വെച്ചൊരു പരിപാടി എങ്ങനെ ഭംഗിയായി നടത്താൻ കഴിയുമെന്നും ഉള്ള അത്ഭുതകരമായൊരനുഭവം. ഞാൻ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായോ ആസ്വാദകനായോ അല്ല മാറി നിൽക്കുന്നത്. ഇതെങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നു, അതിനിവർ നടത്തുന്ന ചിട്ടകൾ എന്താണ്, അതിനിവർ നടത്തുന്ന ഒരുക്കങ്ങൾ എന്താണ്, അതിലേതൊക്കെ കാര്യങ്ങളിൽ റിച്ചാർഡ് ബ്രാൻസൺ ശ്രദ്ധിക്കാറുണ്ട്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ റിച്ചാർഡ് ബ്രാൻസൺ ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവരിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്, അദ്ദേഹം എങ്ങനെയാണ് ഈ 100-300 സ്ഥാപനങ്ങളെ നയിക്കുന്നത്, ഭരിക്കുന്നത്, അതിൻ്റെ എത്രയെത്ര സൂക്ഷ്മാംശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോകാറുണ്ട്, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആരാണ്, അവരെങ്ങനെയാണ് അടുത്ത ആളുകളിലേക്ക് ഈ സന്ദേശങ്ങൾ കൈമാറുന്നത്, ഇതൊക്കെ നിരീക്ഷിക്കാനും പഠിക്കാനും റിച്ചാർഡ് ബ്രാൻസണെയും അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരംഭത്തെയും അതിൻ്റെ പ്രവർത്തന ശൈലിയെയും ഒക്കെ നിരീക്ഷിച്ച് ഗവേഷണം നടത്തി പഠിക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വെർജിൻ ഗാലക്റ്റിക് എന്ന സംരംഭം. അതിൻ്റെ ഓരോ മീറ്റിങ്ങുകളും വിടാതെ ഞാൻ പിന്തുടരുന്നത്, ഓരോ മൈൽ സ്റ്റോൺ ഇവൻറ്റിലും നഷ്ടപ്പെടുത്താതെ ഞാൻ പങ്കെടുക്കുന്നത് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരങ്ങളായ അറിവുകളാണ് ഓരോ യാത്രയും പകർന്നു തന്നത്. അതിൻ്റെ ചെറിയൊരു അംശം പോലും എനിക്ക് ഈ പരിപാടിയിലൂടെ നിങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. എങ്കിലും എൻ്റെ ചാനലിലൂടെ, സഫാരിയിലൂടെ, ഈ പരിപാടികളിലൂടെ, ഇതിൻ്റെ ഗുണനിലവാരത്തിലൂടെ എന്താണ് ഞാൻ പഠിച്ചത് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ ജീവിത വീക്ഷണത്തെ, എൻ്റെ കാഴ്ചപ്പാടുകളെ, എൻ്റെ ലോക പരിചയത്തെ ഒക്കെ വിപുലമാക്കിയ, വിസ്തൃതപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു അത്. ഏത് ബസ്സിൽ ആര് കയറണമെന്ന കൺഫ്യൂഷനില്ലാതെ കൃത്യമായി 25 ബസ്സുകളിൽ പുലർക്കാലത്ത് യാത്ര ആരംഭിക്കുകയാണ് കിഴക്കോട്ട്. നഗരം ഉറക്കത്തിലാണ്. ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും അങ്ങ് കിഴക്ക് സൂര്യൻ്റെ ചുവന്ന ഒരു രാശി കാണപ്പെട്ടു. മരുഭൂമിയിലൂടെയാണ് യാത്ര. നിരവധിയായ റിസോർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കാണാം, ചെറിയ ചെറിയ ഗ്രാമങ്ങളിടയ്ക്ക് കാണാം, വീണ്ടും വിജനമായ ഭൂപ്രദേശങ്ങൾ, 2-3 നിലയുള്ള കെട്ടിടങ്ങളെക്കാൾ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന കള്ളിമുൾ ചെടികളുടെ കാഴ്ചകൾ ചിലയിടത്ത് കാണാം. മലമടക്കുകളാണ് ചിലയിടത്ത് വലിയ ഗവേഷണ കേന്ദ്രങ്ങൾ, ഫാക്ടറികൾ, അല്ലെങ്കിൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ഒക്കെ കാണാം. ഉച്ചയോടുകൂടി ഞങ്ങൾ മൊഹാവി മരുഭൂമിയിലെ സ്പേസ് പോർട്ടിലെത്തുന്നു. കഴിഞ്ഞ തവണ പങ്കെടുത്ത സ്ഥലത്തല്ല ഇത്തവണ സ്പേസ് പോർട്ടിലെ ഹാങ്ങറിൽ നിന്നകന്ന് ഈ റൺവേയുടെ മറ്റൊരറ്റത്താണ്. അവിടെ പല റൺവേകളുണ്ട്. അതായത് പലതരം ബഹിരാകാശ വാഹനങ്ങളും പലതരം വിമാനങ്ങളും വന്നിറങ്ങുകയും പറന്നുയരുകയും യുദ്ധവിമാനങ്ങൾ പരീക്ഷണ പറക്കലുകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു മരുഭൂമിയാണ്. അതിവിസ്തൃതമായ പ്രദേശമാണ്. അവിടെ പല റൺവേകളുണ്ട്, തലങ്ങും വിലങ്ങും റൺവേകളുണ്ട്. അതിലേതോ ഒരു റൺവേയുടെ ഒരറ്റത്തേക്കാണ് ഈ ബസ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ചെക്ക് പോയിൻറ്റുകളുണ്ട്, അവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. നമ്മളുടെ ഈ പരിപാടിക്ക് വന്ന വാഹനങ്ങളായതുകൊണ്ട് അവിടെ പോലീസോ മറ്റു ഏതോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ നിന്ന് ഇതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഓരോ ഡ്രൈവറിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി ഗേറ്റുകൾ തുറന്നു കൊടുത്ത് നമ്മളെ അകത്തേക്ക് വിടുന്നത് കാണാം. പോകുന്ന വഴിക്കൊക്കെ നിരവധി വിമാനങ്ങൾ, പലതരം പറക്കൽ യന്ത്രങ്ങൾ ഒക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. നിരവധിയായ പ്രസ്ഥാനങ്ങളുടെ ബോർഡുകളിൽ നിന്ന് അവയെ തിരിച്ചറിയാം. അവയെല്ലാം ആകാശവാഹനങ്ങളുടെ നിർമ്മാണത്തിൽ, ഗവേഷണത്തിൽ, രൂപകൽപ്പനയിലൊക്കെ മുഴുകുന്ന സ്ഥാപനങ്ങളാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിലേക്ക് ചെന്നാൽ നിരവധിയായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ കാണുന്നത് പോലെ പറക്കുന്ന വാഹനങ്ങളുടെ, ബഹിരാകാശത്തും ആകാശത്തും പറക്കുന്ന വാഹനങ്ങളുടെ വിവിധ ഭാഗങ്ങളും വിവിധ യന്ത്രങ്ങളും വിവിധ ടെക്നോളജികളും രൂപപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന 100 കണക്കിന് ഫാക്ടറികളാണ് ഈ പ്രദേശത്ത്. അതാണ് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഓടി ഞങ്ങൾ മരുഭൂമിയുടെ ഏതാണ്ടൊരു മധ്യഭാഗത്തുള്ള ഒരു റൺവേയുടെ ഒരു മൂലയിൽ പോയി വണ്ടി നിന്നു. ഇവിടെ ഒന്നും കാണാനില്ല.
മരുഭൂമി മാത്രമാണ് ഞാൻ ഇരിക്കുന്ന വശത്ത് നോക്കുമ്പോൾ കാണുന്നത്. ഞങ്ങൾ ഓരോരുത്തരായി ബസ്സിൽ നിന്നിറങ്ങി നോക്കുമ്പോൾ കാണുന്നത് മറ്റേ വശത്ത് കൂറ്റൻ കൂടാരങ്ങൾ, ഏതാണ്ട് 4-5 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ഇഗ്ലൂകൾ പോലെ, എസ്കിമോകളുടെ ഇഗ്ലു, മഞ്ഞുകൂടാരം പോലെ, മഞ്ഞിൻ്റെ കൂനകൾ പോലെ ഉള്ള വായു നിറച്ച കൂറ്റൻ കൂടാരങ്ങൾ 3-4 എണ്ണം. ഇതിനുള്ളിലാണ് ഇന്നത്തെ പരിപാടി. നേരെ ഉച്ചയായിരുന്നെങ്കിലും നല്ല തണുപ്പാണ്, ഡിസംബർ മാസമാണ്, മരുഭൂമിയാണ്, ശീതക്കാറ്റ് നന്നായി അടിക്കുന്നുണ്ട്, നല്ല വെയിലുമുണ്ട്. പക്ഷേ തണുപ്പ് ശരീരത്തിലേക്ക് തുളച്ച് കയറുന്നത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഞങ്ങൾ ഈ കൂടാരത്തിനുള്ളിലേക്ക് കയറി. വായു നിറച്ച കൂടാരമാണ്. ഇതിനുള്ളിലേക്ക് ഏത് സമയത്തും വലിയ കംപ്രസറുകളിൽ നിന്ന് വായു അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വായുവാണ് ഈ കൂടാരത്തെ ഉയർത്തി നിർത്തുന്നത്. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർത്തി നിർത്തുന്നത് വായുവാണ്. അത് നിലത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരു 100-400 ആളുകൾക്ക് ഇത്തരത്തിലൊരു കൂടാരത്തിനകത്ത് കയറിയിരിക്കാം. ഈ കൂടാരത്തിനകം മനോഹരമായ പരവതാനി വിരിച്ച് നമ്മളൊരു വലിയ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബിയിൽ ചെന്നതുപോലെയാണ് ഈ കൂടാരത്തിനകം. സോഫകൾ നിരത്തിയിട്ടിരിക്കുന്നു, മേശകൾ സെറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ ലഘുഭക്ഷണവും ഹെവിയായ ഭക്ഷണവും ഒക്കെ നിരത്തി വച്ചിരിക്കുന്നു. പാനീയങ്ങൾ, ഷാമ്പെയിൻ മുതൽ ഹാർഡ് ലിക്കർ വരെയുള്ള മദ്യത്തിൻ്റെ വിവിധ ഇനങ്ങൾ, ബിയറുകൾ, കാപ്പി, ചായ മുതൽ എന്തുമേതും നിരത്തി വച്ചിരിക്കുന്നു. എന്തും കഴിക്കാം, എന്തും രുചിക്കാം, എന്തും അനുഭവിക്കാം. നിങ്ങൾക്കിതിലൂടെ ചുറ്റി നടക്കാം. പല പല ഗ്രൂപ്പുകളായി പലരും പല മൂലകളിൽ ഒത്തുചേർന്നു. ലഘുഭക്ഷണവും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ഡ്രിങ്കിൻ്റെ ഗ്ലാസും കയ്യിലെടുത്തുകൊണ്ട് സൗഹൃദങ്ങൾ പങ്കിടുകയായി. ഞാൻ എൻ്റെ പഴയ പരിചയക്കാരെയൊക്കെ തേടിപ്പിടിച്ചു, പുതിയ പരിചയക്കാരെ പരിചയപ്പെട്ടു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രതിഭാശാലികളായ ആളുകളുടെ സംഘങ്ങൾ. ഇതിൻ്റെ മധ്യഭാഗത്ത്, ഈ കൂടാരത്തിൻ്റെ മധ്യഭാഗത്ത് ഒരാൾ വലിയൊരു ഐസ് കട്ടയിൽ ശില്പം കുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അയാൾ പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ ചടങ്ങ് പുരോഗമിക്കുന്ന മുറയ്ക്ക് ഇത് പൂർത്തിയാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ചെന്ന് നോക്കും എവിടം വരെയായി ശില്പം. ഏതായാലും അദ്ദേഹത്തിൻ്റെ പണി തുടർന്നുകൊണ്ടേയിരുന്നു. ഡേവിഡ് സ്പിയർ, ബ്രിട്ടീഷുകാരനായ പരിവേഷകൻ, അദ്ദേഹം ഒരു ഗ്ലാസ്സിൽ ഷാമ്പെയിനൊക്കെയായി എൻ്റെ അടുത്തേക്ക് വന്നു. ഇതിനോടകം അദ്ദേഹം നോർത്ത് പോളിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ കഥകൾ പറയാൻ വേണ്ടിയാണ് വന്നത്. ഇവരൊക്കെ ജീവിക്കുന്നത് തന്നെ സാഹസത്തിന് വേണ്ടിയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർ ഓരോ വർഷവും പുതിയ പുതിയ സാഹസങ്ങൾ, പുതിയ പുതിയ വെല്ലുവിളികളെയാണ് പ്രതീക്ഷിക്കുന്നത്. ജോലി ചെയ്യുന്നു, പണമുണ്ടാക്കുന്നു, ആ പണം സാഹസികമായ ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. പുതിയ പുതിയ വെല്ലുവിളികൾ തേടിപ്പിടിക്കുന്നു, ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നു, അത് എഴുതുന്നു, ആളുകളുമായി പങ്കുവയ്ക്കുന്നു. പാശ്ചാത്യരുടെ ജീവിതം എപ്പോഴും സാഹസികതകൾക്ക് പിന്നാലെയാണ്. നോർത്ത് പോളിലേക്ക് ഡേവിഡ് സ്പിയർ നടത്തിയ സാഹസിക യാത്രയുടെ കഥ ആവേശത്തോടെ അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഡേവിഡിനോട് പറഞ്ഞു, ഞാനും ഒരു ചെറിയ യാത്ര നടത്തി ഈയിടെ അന്റാർട്ടിക്കയിലേക്കാണ്. അന്റാർട്ടിക്കയിലെ ചിലിയുടെ ബേസ് സ്റ്റേഷനിലേക്ക് നടത്തിയ യാത്രയുടെ കഥകൾ ഞാൻ ഡേവിഡുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ ഡേവിഡിന് അത്ഭുതം, ഇന്ത്യക്കാർ അന്റാർട്ടിക്കയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയോ? ഞാൻ പറഞ്ഞു, ഇന്ത്യക്കാർ പല യാത്രകളും ചെയ്തു തുടങ്ങിയിരിക്കുന്നു, ഇനി ഇന്ത്യക്കാരുടെ കാലമാണ് വരാൻ പോകുന്നത് എന്ന്. ഏതായാലും ഞാനും ഡേവിഡും കുറേയേറെ നേരം സംസാരിച്ചു നിന്നു. അപ്പോഴേക്കും ഒരാളനക്കം, ഒരെരമ്പൽ, അതാ 2 പ്രമുഖ വ്യക്തികൾ ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി വരികയാണ്. റിച്ചാർഡ് ബ്രാൻസനെ ഇപ്പോൾ കാണുന്ന പുതിയ കാര്യമല്ല. ഇതിനോടകം പല പരിപാടികളിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്, വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറയാറുണ്ട്. ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിൻ്റെ വ്യവസായങ്ങൾ വളർത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ട്. അക്കാലത്ത് മൊബൈൽ ഫോണുമായി അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഇന്ത്യൻ വ്യവസായികളുമായി ചേർന്നുകൊണ്ട് ചില സംരംഭങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ആളെ അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നത്ര പരിചയമായി കഴിഞ്ഞു. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു മനുഷ്യനുണ്ട്, അല്പം തടിയുള്ള ഒരാൾ. ഡേവിഡാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹമാണ് ബിൽ റിച്ചാർഡ്സ് ന്യൂ മെക്സിക്കോ എന്ന അമേരിക്കൻ സ്റ്റേറ്റിൻ്റെ ഗവർണറാണ്. അമേരിക്കയിലെ ഗവർണർ എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു മുഖ്യമന്ത്രിക്ക് തുല്യമായ പദവിയാണ്. ഗവർണർമാരാണ് ഓരോ സ്റ്റേറ്റുകളെയും ഭരിക്കുന്നത്. ബിൽ റിച്ചാർഡ്സ് ആ സമയത്ത് ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിൻ്റെ ഗവർണറാണ്. സ്പേസ് ടൂറിസം എന്നൊരു പദ്ധതി റിച്ചാർഡ് ബ്രാൻസൺ അനൗൺസ് ചെയ്ത ഉടൻ തന്നെ ഈ ബിൽ റിച്ചാർഡ്സ് എന്ന ഗവർണർ റിച്ചാർഡ് ബ്രാൻസനെ അങ്ങോട്ട് വിളിച്ച് ഒരു ഓഫർ കൊടുത്തു. നിങ്ങൾ സ്പേസ് ടൂറിസം പദ്ധതി ആരംഭിക്കുകയാണെങ്കിൽ അത് എൻ്റെ സ്റ്റേറ്റായ ന്യൂ മെക്സിക്കോയിൽ ആരംഭിക്കുക, നിങ്ങൾക്ക് വേണ്ട സ്ഥലം ഞാൻ അങ്ങോട്ട് നൽകുന്നതാണ് എന്ന്. 2 പേരും കൈ കൊടുത്തു. അങ്ങനെ ബിൽ റിച്ചാർഡ്സിൻ്റെ ഉത്സാഹത്തിൽ
ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിൽ വെർജിൻ്റെ സ്പേസ് പോർട്ടിൻ്റെ നിർമ്മാണം നടക്കുകയായിരുന്നു ആ സമയത്ത്. ഇതിനോടകം നിർമ്മാണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സ്പേസ് പോർട്ട് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. ഈ ഹാളിൽ ആളുകൾ നിറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, കഥ പറയുന്നു, കുശലം പറയുന്നു, പരസ്പരം പരിചയപ്പെടുത്തുന്നു, വിശേഷങ്ങൾ പറയുന്നു. അടുത്തതായി ഒരു അനൗൺസ്മെൻറ്റ് വന്നു. പരിപാടി നടക്കുന്ന ഈ ഹാളിലല്ല, ഈ കൂടാരത്തിലല്ല, മറ്റൊരു കൂടാരം അതിന് സമീപത്തുണ്ട്. കുറേ കൂടി വിസ്തൃതമായൊരു കൂടാരം. നമുക്ക് അവിടേക്ക് ഇറങ്ങാം. അപ്പോഴേക്കും നേരം 3 മണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഈ കൂടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്ത് അതിശക്തമായ കാറ്റാണ്. തണുപ്പ് കൂടിയിരിക്കുന്നു. 3 മണി കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. വിൻ്ററാണ്, മഞ്ഞുകാലമാണ്. സൂര്യൻ ചാഞ്ഞു കഴിഞ്ഞു, ഇരുട്ട് പരന്നു കഴിഞ്ഞു, ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നു. കാലാവസ്ഥ വളരെ മോശമാകുന്നു. തണുത്ത കാറ്റ് ശരീരത്തിലേക്ക് തുളച്ച് കയറുകയാണ്. ഞങ്ങൾ ഓടിച്ചെന്ന് അടുത്ത കൂടാരത്തിനുള്ളിലേക്ക് കയറി. ആ കൂടാരം ചൂടാക്കി നിർത്തിയിരിക്കുകയാണ്. അതിൽ കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു. ചടങ്ങ് തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരുക്കങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. റിച്ചാർഡ് ബ്രാൻസൻ്റെയും വെർജിൻ്റെയും പരിപാടികളിൽ എപ്പോഴും ചില സർപ്രൈസുകൾ ഒളിപ്പിച്ച് വച്ചിരിക്കും. ഇന്നത്തെ വിശിഷ്ടാതിഥി ആരാണ് എന്ന് ആർക്കും അറിയില്ല. സർപ്രൈസാണ്. ഞാൻ കരുതി ബിൽ റിച്ചാർഡ്സ് എന്ന ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിൻ്റെ ഗവർണറായിരിക്കാം ഇന്നത്തെ മുഖ്യാതിഥി എന്ന്. അദ്ദേഹമാണ് റിച്ചാർഡ് ബ്രാൻസണൊപ്പം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിപാടി തുടങ്ങാറായി എന്ന് കരുതിയാണ് ഞങ്ങൾ ഈ ഹാളിനകത്തേക്ക് കയറി ചെല്ലുന്നത്. റൺവേയുടെ ഒരറ്റത്താണ് ഈ കൂടാരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, ഈ ആഘോഷ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിനുവേണ്ടി ജനറേറ്റർ വാനുകൾ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് താൽക്കാലികമായ വൈദ്യുതി കണക്ഷനുകൾ കൊണ്ടുവന്നിരിക്കുന്ന സിസ്റ്റം എന്താണ്, അവിടേക്കുള്ള ടോയ്ലറ്റുകൾ, താൽക്കാലിക ടെമ്പററി ടോയ്ലറ്റുകൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്, അവിടേക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ആളുകളുടെ കേറ്ററിംഗ് കമ്പനികളുടെ വാഹനങ്ങൾ വന്ന് കിടക്കുന്നത്, ഇതിൻ്റെയൊക്കെ പ്രൊഫഷണലിസം, അതിൻ്റെയൊക്കെ അതിബൃഹത്തായ സന്നാഹങ്ങൾ, ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് ഞാൻ നിൽക്കുകയാണ്. 1000 പേരെ മരുഭൂമിയിൽ ട്രീറ്റ് ചെയ്യാനും ഒരു ചടങ്ങ് നടത്താനും വേണ്ട സന്നാഹങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഒരു 10 ഹോളിവുഡ് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന മട്ടിലാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത്രയേറെ ജീവനക്കാരും അത്രയേറെ പ്രവർത്തകരും അത്രയേറെ എക്യുപ്മെൻസും ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് സംവിധാനങ്ങളും കൂടാതെ 4-5 ഫയർ എഞ്ചിനുകൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിരവധി വാഹനങ്ങൾ, റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിൻ്റെ കുറേ വാഹനങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം സന്നാഹങ്ങളോടുകൂടിയാണ് ഇങ്ങനൊരു ഇവൻ്റ് മരുഭൂമിയിൽ നടത്തുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. വിൽ വൈറ്റ് ഹോൺ മൈക്കെടുത്ത് പെട്ടെന്ന് അനൗൺസ് ചെയ്തു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, എല്ലാവരും ഈ ഹാളിൻ്റെ പുറത്തേക്കൊന്നിറങ്ങി നിൽക്കണം 2 മിനിറ്റ് നേരം. പുറത്ത് അതിശക്തമായ കാറ്റാണ്. അപ്പോൾ ഈ റൺവേയുടെ അങ്ങേയറ്റത്തൊരു കാഴ്ച നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ അങ്ങകലെ ഏതാണ്ട് 2-3 കിലോമീറ്റർ അകലെ 10-12 SUV, ഒരേ രൂപമുള്ള SUV വാഹനങ്ങൾ റൺവേയുടെ ഒരു ചെറിയ ചെരിവ് കയറി ബീക്കൺ ലൈറ്റുകൾ മിന്നിച്ചുകൊണ്ട് അടുത്തടുത്ത് വരികയാണ്. ഈ കൂടാരങ്ങളെ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അതിനുള്ളിലാണ് ഇന്നത്തെ താരം.